ശരൺജി നമസ്കാരം. അത് നമ്മുടെയും ഗുരുക്കന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ പഴനിയിൽ പ്രത്യേകം ഗുരുപീഠമായിട്ട് കാണണം. പിന്നെ നമുക്ക് അവിടെ ഭഗവാനെ സമർപ്പിക്കാം. ഒരു ഗുരുവിനെ, ഒരു ദേവനെ, ഒരു ചെറിയ കുട്ടികളെ അവരൊക്കെ കാണാം, മഹത് വ്യക്തികളെ കാണുമ്പോൾ എന്തെങ്കിലും നമ്മൾ സന്തോഷത്തിന് സമർപ്പിക്കുമെന്ന് പറയും. വസ്ത്രമോ ധനമോ അല്ലെങ്കിൽ ഫലങ്ങളോ എന്തോ. അപ്പോൾ ഭഗവാന് പഴം നീന്നാ പറയാം. പഴങ്ങൾ വളരെ ഇഷ്ടമാണ് ഭഗവാനെന്ന് പ്രത്യേകമായിട്ട് പറയാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മാമ്പഴം അല്ലെങ്കിൽ പഴം, നമ്മുടെ സാധാരണയുള്ള പൂവമ്പഴമോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന പഴങ്ങൾ ഭഗവാന് സമർപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ വസ്ത്രങ്ങൾ, എന്തെങ്കിലും കാവ്യ വസ്ത്രമോ എന്തെങ്കിലും വസ്ത്രങ്ങൾ നമുക്ക് ഭഗവാന് കൊടുക്കുക. ഇഷ്ടമുള്ളത്, ഇനി ഒന്നുമില്ലെങ്കിൽ ധനമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും അവിടെ നമുക്ക് സമർപ്പിക്കുക. എന്തും അതെല്ലാം സമർപ്പണത്തിൻ്റെ ഒരു ഇതിലാണ് വരിക. പിന്നെ നമുക്ക് ആവുന്നത്ര ഭഗവാനെ നാമജപങ്ങൾ, തിരുപ്പുകഴ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്, അങ്ങനെയുള്ള നാമജപങ്ങൾ ചെയ്ത് ഭഗവാനെ സമർപ്പിക്കാം. ശരവണ ഭവ തുടങ്ങിയ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഭഗവാനെ സമർപ്പിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മൾ തൊഴാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും സമർപ്പണമായിട്ട് പോവാം. ഭഗവാനെ മുകളിലെത്തി തിരക്കാണല്ലോ, അവിടെ അറിയാം ഒരുപാട് പേര് നമ്മളെ പറ്റിക്കാൻ, പൈസയുടെ കാര്യത്തിന് ഒരുപാട് പേര് പറ്റിക്കുന്ന ഒരു ഇതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ പോവുക. അപ്പോൾ അനാവശ്യമായ പൂജ ചെയ്തു തരാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് ഇടപെടുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് പോയി ഭഗവാനെ ദർശിക്കാനായിട്ട് ഫ്രീ ക്യൂവും പലതരം ക്യൂകളുണ്ട്. ഫ്രീ ആയിട്ട് പോകാം, 10 രൂപയുടെ ഉണ്ട്, 100 ഉണ്ട്. എങ്ങനെയാണോ നമ്മുടെ പറ്റുന്നത് അനുസരിച്ചിട്ട് പോവാം. അതിൽ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് ഫ്രീയും 10 രൂപയുടെ ക്യൂ ആകുമ്പോൾ ഭഗവാനെ കുറേ നേരം കാണാം. അടുത്തൂടെ പോയില്ലെങ്കിൽ കൂടെ നമുക്ക് കുറേ നേരം കാണാം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ സമർപ്പണം എന്താണെന്നുള്ളത് അവിടേക്ക് കൊടുക്കുക. അവിടെയുള്ള അർച്ചകന്മാരിൽ ഇതും ഒരു ദക്ഷിണയും കൊടുക്കുക. അപ്പോൾ അവരതിനെ ഭഗവാന്റെ പടിയിൽ വെക്കും. ഞാൻ പോകുന്ന സമയത്ത് എപ്പോഴും ഒരു പാത്രം കൊണ്ടുപോകണമെന്ന്, അതിൽ പാല് താഴെ അവിടെ നിന്ന് ഒരു പാക്കറ്റ് പാലോ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാല് കൊണ്ടുപോകും, പഴവും കൊണ്ടുപോകും. എന്നിട്ട് അത് മുകളിൽ എത്തിക്കഴിയുമ്പോൾ വേറെ ആൾക്കാർ വന്ന് ചോദിക്കും എന്തെങ്കിലും ഉണ്ടോ, അർച്ചന ചെയ്യണോ? അപ്പോൾ പറയും വേണ്ടാന്ന് പറയും. അവിടെ എത്തി ഭഗവാനെ തൊഴുത് കഴിഞ്ഞ് മാറുമ്പോൾ കുറച്ച് പേര് അവിടെ ഉണ്ടല്ലോ, അവരതിൽ ഇതും ഒരു ദക്ഷിണയായിട്ട് എന്തെങ്കിലും ഒരു കൊടുത്തിട്ട് ഭഗവാനെ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരത് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഭഗവാന്റെ മൂലവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യില്ല, ഫ്രണ്ടിലുള്ള അതിൽ അഭിഷേകം ചെയ്ത് ഈ പഴം ഭഗവാന്റെ പടി ആ പാദത്തിൽ തന്നെ വെക്കും, എന്നിട്ട് തരാറുണ്ട്. അങ്ങനെയാണ് ഞാൻ പൊതുവെ ചെയ്യാം. നമുക്ക് എന്തോ അങ്ങനെ ചെയ്യാം. ഒരു ദക്ഷിണയും കൊടുത്ത് അവരോട് സമർപ്പിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യും. പിന്നെ നമുക്ക് പഞ്ചാമൃതം ആണെങ്കിലും നമുക്ക് പഞ്ചാമൃതം അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതുണ്ട്, അല്ലെങ്കിൽ താഴെ അടിവാരത്ത് നിന്ന് കിട്ടും. ഈ പഞ്ചാമൃതത്തെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ദക്ഷിണയും കൊടുത്താൽ, അഭിഷേക ടിക്കറ്റും എടുക്കാം വേണമെങ്കിൽ, അത് കൊടുത്തൊരു ദക്ഷിണയും കൊടുത്താൽ ഇവർ ആ പഞ്ചാമൃതം അതിനകത്ത് കൊണ്ടുപോയി കുറച്ചൊന്ന് ഭഗവാനെ ഒന്ന് കാണിച്ചിട്ട് തരും. പ്രസാദം പോലെ നമുക്കത് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ എന്തും നമുക്ക് പനിനീരാണെങ്കിലും അങ്ങനെ ചെയ്യാം. ഭസ്മമാണെങ്കിലും കൊണ്ടുപോയാൽ കുറച്ച് ഭഗവാൻ അവിടെ വെച്ച ശേഷം നമുക്കത് തരും. അങ്ങനെ നമുക്ക് സമർപ്പിക്കാം. പിന്നെ ഭഗവാനെ ഏത് രീതിയിലും നമുക്ക് ഇങ്ങനെ സമർപ്പിച്ചും പിന്നെ ആവുന്നത്ര ജപിക്കുക. കുറച്ച് നേരം മനസ്സൊന്ന് അവിടെ ഭോഗസിദ്ധർ ഉണ്ടല്ലോ, അദ്ദേഹം പൂജിച്ച ശിവലിംഗവും എല്ലാം ഉണ്ടല്ലോ, മരതകലിംഗം, അവിടെയൊക്കെ ഒന്ന് തൊഴുത് അവിടെ ഒന്ന് ഒരു ഭഗവാൻ എപ്പോഴും സുമ്മായിരി എന്നാണ് പറയുക. അരുണഗിരിനാഥ സ്വാമികളോട് നീ മിണ്ടാതിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒന്ന് തന്നിലേക്ക് ഒതുങ്ങി ഒന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഈ പഴനിയുടെ ആ തിരക്കിലാണെങ്കിലും നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒന്ന് കണ്ണടച്ച് ഒരു 5 മിനിറ്റ് ഇരുന്നാൽ തന്നെ നമുക്കൊരു വല്ലാത്ത സൈലൻസ് ഫീൽ ചെയ്യും, ആ ഒരു ഭഗവാന്റെ കാരുണ്യം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മനസ്സറിഞ്ഞ് അവിടെ ഒന്ന് ഇരുന്ന് പ്രദക്ഷിണങ്ങളൊക്കെ വെച്ച് ആവുന്ന പോലെ, ഇനിയിപ്പോൾ കാവടി തുടങ്ങിയ വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ആവുന്ന പോലെ ചെയ്ത് സന്തോഷിപ്പിച്ച് പിന്നെ മുണ്ടനം ചെയ്യുക എന്നുള്ളവർക്ക് ഉണ്ടാവും. അവനവൻ്റെ അഹങ്കാരം, ഈഗോ കളയുന്നതിൻ്റെ ഇതായിട്ടുള്ള ഇത്. അപ്പോൾ ആ മുണ്ടനം ചെയ്യുക. പിന്നെ പൊതുവേ കേരളത്തിലുള്ളവർ പൊതുവേ മുണ്ടനം ചെയ്യുന്ന സമയത്ത് മുടി മാത്രമാണ് ചെയ്യുക, താടി പൊതുവേ വെക്കും. അത് പൊതുവേ അവരുടെ ഒരു അപ്പിയറൻസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ തമിഴ്നാട്ടുകാരെ നോക്കിയാൽ കാണാൻ പറ്റും, അവർ മുഴുവനും എടുക്കും. ശരിക്കും മുണ്ടനം എന്നാണ് പറയുക. ഭഗവാന് മുടി കൊടുക്കുക എന്നല്ല, മുണ്ടനം എന്നാണ് പറയുക. അപ്പോൾ മുണ്ടനം നമ്മുടെ ഈഗോയെ അങ്ങോട്ട് കളയാണ്. അപ്പോൾ ഇവിടെ ഈഗോ കുറച്ച് ബാക്കിയിരിക്കുന്ന പോലെ ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അവിടെയുള്ളൊരു സ്വാമി പറഞ്ഞു, നിങ്ങൾ കേരളക്കാർ വരുമ്പോൾ ഇങ്ങനെയാണ്, ഇതല്ല മുണ്ടനം മുഴുവനും എടുക്കണം എന്ന് പറയും. പിന്നെ അതിന് ശേഷം അങ്ങനെയാണ് ചെയ്യുക. അതാണ് അത്ര അതിൻ്റെ ഒരു പൂർണ്ണത. അത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യുന്നത് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു കാര്യമുണ്ട് ഭഗവാനെ ഒരു ഇതായിട്ട്.